സയോനി ഘോഷും മഹുവ മൊയ്ത്രയും അടങ്ങുന്ന തൃണമൂൽ കോൺഗ്രസിലെ മമതാ ബാനർജിയുടെ വിശ്വസ്തരായിരുന്ന നിരവധി എംപിമാർ ഒറ്റയടിക്ക് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗമായി മാറുന്നു. മമതാ ബാനർജിക്ക് ചിന്തിക്കാൻ സമയം കൊടുത്തതാണ് കോൺഗ്രസ് ചെയ്തു കൊടുത്ത ഔചിത്യ മര്യാദ. അത് മമത എങ്ങനെയൊക്കെ വിനിയോഗിച്ചാലും ഇല്ലെങ്കിലും മമതയും അഭിഷേക് ബാനർജിയും മാത്രമാണ് ഇനി കോൺഗ്രസിലേക്ക് രക്ഷ തേടാൻ മാത്രമായി മാറി നിൽക്കുന്ന തൃണമൂൽ നേതാക്കൾ. പല എംപിമാരും BJPയിലേക്ക് പോകുന്നു. പലരും തനിയെ സഖ്യമായി ഒരു പാർട്ടി ഉണ്ടാക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ബംഗാളിൽ അടിമുടി നീക്കങ്ങൾ. ഏതായാലും അധീർ രഞ്ജൻ ചൗധരിക്കാണ് കോളടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടോളം ബംഗാൾ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരുന്ന അധീർ രഞ്ജൻ ചൗധരി ലോക്സഭയിൽ 2009 തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ കക്ഷി നേതാവായി നിന്നപ്പോൾ പോലും അധീർ രഞ്ജൻ ചൗധരിയുടെ സാന്നിധ്യമെന്നത് ബംഗാളിലെ കോൺഗ്രസ് ഘടകത്തിന് എപ്പോഴും ഊർജ്ജമാണ്. മഹുവ മൊയ്ത്രയും സൈനി ഘോഷുമൊക്കെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും ഒക്കെയാണ് അവരുടെ നേതാവായി കണക്കാക്കുന്നത്. കരുതിക്കൂട്ടി ചെയ്ത ചെയ്തികൾക്ക് ഒരു വലിയ തിരിച്ചടി ഇനിയും അവർക്കും അഭിഷേക് ബാനർജിക്കും ലഭിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യുക്തിഭദ്രതയോടെ പ്രവർത്തിക്കാനാണ് ഇനി മമതയുടെ ശ്രമം.